എവിടത്തേക്കാ പോകുന്നത്? മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അയ്യോ, അതായത് മട്ടന്നൂരും കഴിഞ്ഞു പോണം. എല്ലാരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ രാവിലെ ഒന്നല്ല പോകുന്നത്. രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളും വേറെ കുറച്ച് പരിപാടികളെല്ലാം ആയതുകൊണ്ട് നമ്മളിപ്പം വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുള്ളത്. 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അച്ഛനും അമ്മയും പറഞ്ഞതാ, എൻ്റെ അടുക്കുന്നത് അച്ഛനും അമ്മയും പോകണമെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ നമ്മൾ അവരെ കൂട്ടി പോകുന്നേ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ കുട്ടി പോയിട്ടുണ്ട് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത്. അപ്പൊ നേരെ അച്ഛനെയും അമ്മേനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നേന്ന്. അപ്പോഴത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് പിന്നെ മാമനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. മാമൻ വീടിൻ്റെ അടുത്ത് വളപട്ടണം വഴിയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് മാമനും കയറി. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ മൃദംഗ ശൈലേശ്വരി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടു ട്രാഫിക്കൊന്നും അധികം ഇല്ലാത്ത റോഡിന് ചൂസ് ചെയ്തിട്ടുണ്ടായത്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ട്രാഫിക്കിൽ പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു, ട്രാഫിക്കൊന്നും ഇല്ലാത്തൊരു നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെയാണ് പോയിട്ടുണ്ടായത്. കാരണം അവിടെ അങ്ങനെ വലിയ തരത്തിൽ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ലേ. അപ്പം അമ്മക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഛർദ്ദിക്കുന്ന ഒരു ടെംപ്റ്റേഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് അമ്മ കണ്ണുമടച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ ഇവിടെ എനിക്ക് പോകാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് 7-ാം മാസമെല്ലാം കഴിഞ്ഞ് ഒരു 9 മാസമൊക്കെ ആയപ്പം ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടനും അമ്മയും അമ്മമ്മയും എല്ലാം കൂടിയിട്ട് ഈ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് എനിക്ക് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് അങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടം എന്താണെന്ന് അറിയില്ല, ഇവിടെ വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് മോൾക്ക് 6 മാസം ചോറൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയും കുട്ടിയും ഒരുമിച്ച് അമ്പലത്തിൽ പോകണം എന്നാണല്ലോ പറയാറ്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടുണ്ടായില്ല. ആ സമയത്ത് ഒരിക്കൽ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആഗ്രഹം കൂടി, എന്തായാലും എനിക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ചേട്ടനും അത് പറയുന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞു അവിടെ ഒന്ന് പോകണമല്ലോ എന്തായിട്ടൊന്ന്. അങ്ങനെ ആ ഒരു സമയത്ത് ആ ടൈമായിട്ട് തന്നെ ലീവിന് വന്നപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ മോളെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ലീവിന് വന്നപ്പോൾ ഒരു അവസരം കിട്ടിയത് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അധികം ആൾക്കാരും ഇത് യൂട്യൂബിൽ ഷോർട്സ് ആയി കഴിഞ്ഞാലും ഇൻസ്റ്റയിൽ റീൽസൊക്കെ ആയി കഴിഞ്ഞാലും ഈ അമ്പലം ഇപ്പം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം തന്നെയാണ്. അപ്പോൾ ലൈഫിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത് ആക്ച്വലി ലൊക്കേഷൻ വരുന്നത് മുഴക്കുന്നാണ്. അപ്പം ഇത് പറയുന്ന കേട്ടിട്ടുള്ളത് പരശുരാമൻ സൃഷ്ടിച്ച 108 ദുർഗാ ക്ഷേത്രങ്ങളിലെ ഒന്നാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്നൊരു ഐതിഹ്യം കൂടി പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മളിത് അവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ എൻട്രൻസിനൊക്കെ. അപ്പോൾ നമ്മൾ നേരെ അവിടെ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലെത്തിയ സമയത്ത് നട അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു എന്തോ അരയാലോ, വെള്ളപ്പൂ വിരിയുന്ന അരയാലോ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് അത് ഏട്ടൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു രാത്രി സമയത്ത് വന്നതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. രാവിലെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് രാവിലെ തന്നെ വരണം എന്ന് വെച്ചിട്ട് നടക്കാഞ്ഞത്. പിന്നെ ഏട്ടൻ ഫ്രീ ആവുന്ന സമയത്ത് മാത്രമല്ലേ നമുക്ക് വരാനും പറ്റൂ. പിന്നെ നിങ്ങൾക്ക് തന്നെ വീഡിയോസ് റെഗുലർലി കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ ഏട്ടൻ ഓരോ കോഴ്സും കാര്യങ്ങളായിട്ട് മുംബൈ, ചെന്നൈ അങ്ങനെ പറഞ്ഞിട്ട് ഒരേ കറക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നത് തന്നെ ഇപ്പം നല്ലതായി എന്ന് തോന്നുന്നു. അതിനുശേഷം വേറെ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ പോയി അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ലൊരു മൈൻഡൊക്കെ നല്ലൊരു റിലാക്സേഷൻ പോലെയാണ് എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. അപ്പം തന്നെ എനിക്ക് തോന്നിയത് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിരുന്നേ എന്ന്. കാരണം കുളത്തിൻ്റെ സൈഡിലൊന്നും നമുക്ക് രാത്രി ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ അന്നദാനം നടക്കുന്നുണ്ട് അവിടെ. അത് അമ്മമ്മ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് അന്നദാനമൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ നമ്മുടെ അന്നദാനത്തിൻ്റെ മണ്ഡപത്തിലോട്ടേക്ക് പോയി. അവിടെ ഇങ്ങനെ ഒരു ടോക്കൺ പോലെ സംഭവം തരും. അത് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ നേരെ ഫുഡ് തരുന്ന, അതായത് നമ്മുടെ ഭക്ഷണം തരുന്നിടത്തേക്ക് പോയി അവിടുന്ന് പ്ലേറ്റൊക്കെ എടുത്ത് സാധാരണ അമ്പലത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചോറ് വാങ്ങിച്ചു, കറി വാങ്ങിച്ചു, പിന്നെ എന്തോ ഒരു മോരുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. ആ സമയത്ത് ഈ വിഗ്രഹം എടുത്തിട്ട് അത്താഴ പൂജയോ എന്തോ ഇല്ലേ, വിഗ്രഹം എടുത്തിട്ട് ഇങ്ങനെ അമ്പലം പ്രദക്ഷിണം വെക്കുന്ന അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ നോക്കി ഇന്ന് കുറച്ച് സമയം.
അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ നേരെ റിട്ടേണിലേക്ക്, അതായത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായി. അപ്പോഴേക്കും ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നേ സമയം. അപ്പോൾ ഏട്ടനാണെങ്കിൽ ചായ കുടിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഉറക്കം വരുന്നത് പോലെയും, അതായത് ഈ സ്ഥിരം ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സമയത്ത് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഫുള്ളൊരു മൂഡ് ഓഫ് പോലെ ആയിരിക്കും. അതിൽ പെട്ട ഒരാളാണ് ഏട്ടനും. അപ്പോൾ ഏട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങുന്ന വഴിക്ക്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഒരു ഹോട്ടലിൽ കയറി. ഒരു കുഞ്ഞ് തട്ടുകടയല്ല, ഒരു ചെറിയ കട. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഏട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടുന്ന് അപ്പവും മുട്ടക്കറി എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ കമ്പനിക്ക് പിന്നെ ഞാനും കൂടി പോയിട്ട്, വേറെ ആരും ഇറങ്ങിയിട്ടുണ്ടായില്ല, എല്ലാവർക്കും ചോറ് കഴിച്ചിട്ടേ മതി, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോയി. അപ്പോഴേ ഈ വീഡിയോസ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ മാമനെ വഴിക്കിറക്കി വിട്ടു. ഇവിടെ നിന്നാണോ മാമൻ കയറിയത്, മാമൻ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. മാമൻ അവിടുന്ന് സ്കൂട്ടി എടുത്തിട്ട് നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോഴേക്കും ഏകദേശം 10 മണിയോടടുപ്പിച്ച് 10 മണി തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ എന്ത് ചെയ്തു, അച്ഛനും അമ്മേനെയും വീട്ടിലിറക്കി. അവിടുന്ന് അടുത്ത് തന്നെയാണ് നമ്മളെ വീട് വരുന്നത്. 1 മിനിറ്റ് എങ്ങനെ പോകാനുള്ളൂ. അങ്ങനെ അച്ഛനെയും അമ്മേനെയും കൂടി അവിടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് വ്ളോഗാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.